പുതിയ കോവിഡ് വകഭേദമായിട്ടുള്ള JN.1. ഇതാണ് ഏവരെയും ഭയപ്പെടുത്തുന്നത്. ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എങ്ങനെ പ്രതിരോധിക്കണം, എങ്ങനെയാണിത് പിടിപെടുന്നത്, ഇതിൽ നിന്നും രക്ഷപ്പെടാനായി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇത് മാരകകാരിയായി കഴിഞ്ഞാൽ ജീവഹാനി പോലും സംഭവിക്കുമോ, ഇങ്ങനെയുള്ള ഭീതി ജനങ്ങൾക്കുണ്ട്. ഇതിനിടയിൽ രാജ്യത്ത് കോവിഡ് കേസുകൾ സ്ഥിരീകരിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് കേരളം തന്നെയാണ്. ഒരു കാലത്ത് ഇങ്ങനെ ഒരു ഭീതി നമ്മളേവരെയും അലട്ടിയിരുന്നു. വീണ്ടും ഒരു ലോക്ക്ഡൗൺ സംഭവിക്കുമോ എന്നതാണ് ഏവർക്കും ഈ ഘട്ടത്തിലുള്ള ആശങ്കയും. ചൈനയിൽ വ്യാപിക്കുന്ന അജ്ഞാത രോഗമാണ് ലോകത്തെ ഒന്നടങ്കം ആശങ്കയിലാക്കിയത്. അതിനുശേഷമാണ് ഇപ്പോൾ ചൈനയിൽ പടരുന്ന ശ്വാസകോശ സംബന്ധിയായ രോഗത്തിൻ്റെ നിരീക്ഷണ സമയത്ത് അജ്ഞാത വൈറസുകളോ ബാക്ടീരിയകളോ കണ്ടെത്തിയില്ല എന്ന് ചൈനീസ് സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ പറയുന്നത്. പക്ഷേ എന്നാൽ ലോകം ഇപ്പോഴും കൊറോണ മഹാമാരിയുടെ ഭീതിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കൊറോണ എന്നത് അവസാനത്തെ ഒന്നല്ല, ഒരു തുടക്കം മാത്രമെന്നായിരുന്നു ആ സമയത്ത്. കൊറോണ ലോകത്തെ പിടികൂടിയ സമയത്ത് അതിൽ നിന്നും വിട്ടൊഴിയുന്ന ഒരു സാഹചര്യത്തിൽ ശാസ്ത്രജ്ഞർ പോലും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഇനിയും പല വൈറസ് വകഭേദങ്ങൾ നമ്മളെ പിടികൂടാം, ഇതിലും മാരകമാകാമെന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അടുത്തിടെ കേരളത്തിൽ സംഭവിക്കുന്നത് COVID-19 പുതിയ വകഭേദമായ JN.1 സ്ഥിരീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആദ്യമായി സ്ഥിരീകരിച്ചതും കേരളത്തിൽ തന്നെയാണ്. കോവിഡിൻ്റെ ഈ ഉപവകഭേദം കണ്ടെത്തിയതോടെ നമ്മുടെ സംസ്ഥാനം ആശങ്കയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ അതുകൊണ്ട് വീണ്ടും വലിയ വർധനയാണ് രേഖപ്പെടുത്തുന്നത്. കോവിഡ് കേസുകൾ ഉയർന്നതായിട്ടാണ് കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. തിങ്കളാഴ്ച രാജ്യത്താകെ സ്ഥിരീകരിച്ചത് 142 കോവിഡ് കേസ്, അതിൽ 115 എണ്ണവും കേരളത്തിൽ. രാജ്യത്തെ ആക്റ്റീവ് കേസുകളിൽ 88.78% കേസുകൾ എവിടെയെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം മാത്രം, അതും കേരളത്തിൽ. ഉത്സവകാലത്തടക്കം നിരന്തരം നിരീക്ഷണം ആവശ്യമാണെന്നുള്ള ശക്തമായൊരു നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി സുധാംശു പന്ത് സംസ്ഥാനങ്ങൾക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കേരളത്തിലടക്കം ജനുവരി ഫെബ്രുവരി മാസങ്ങളെന്ന് പറയുന്നത് ഇനി ഉത്സവ കാലഘട്ടമാണ്. ഒരുപാട് പേർ ഒത്തുചേരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഡിസംബർ ന്യൂ ഇയർ സമയങ്ങളിലൊക്കെ നിരവധി ആളുകൾ ഒത്തുകൂടുകയും ആഘോഷ പരിപാടികൾ മുഴുകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഈ ഘട്ടത്തിലൊക്കെ കോവിഡ് പിടിപെടാനും നിരവധി ആളുകളിലേക്ക് ഇത് എത്തിച്ചേരാനുമുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. കേരളത്തിലെ കോവിഡ് കേസുകൾ ഉയർന്നതിന് തൊട്ട് പിന്നാലെ ജാഗ്രത പാലിക്കാൻ അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് ഓരോന്നിനും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പരിശോധന ശക്തമാക്കി ആൾക്കൂട്ടത്തിലൂടെ രോഗം പടരാതെ നോക്കുക എന്നതാണ് ഏറെ ശ്രമകരമായ ഒരു ദൗത്യം. RT-PCR ആൻറ്റിജൻ പരിശോധനകൾ വർദ്ധിപ്പിച്ച് പോസിറ്റീവ് സാമ്പിളുകൾ ജനിതക ശ്രേണി പരിശോധന നടത്തി ഇങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്കിതിനെ പിടിച്ചുകെട്ടാനോ ചെറുക്കാനോ സാധിക്കൂ. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് രാജ്യത്താകെ 1970 പേർക്ക് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച മാത്രം 145 കേസ് പുതുതായി റിപ്പോർട്ട് ചെയ്തു. അതിൽ കർണാടകയിൽ 70, തമിഴ്നാട്ടിൽ 64, മഹാരാഷ്ട്രയിൽ 24, ഗോവയിൽ 22, പുതുച്ചേരിയിൽ 16, ഗുജറാത്തിൽ 9, തെലങ്കാനയിൽ 5, പഞ്ചാബിൽ 4, ജാർഖണ്ഡിൽ 2, മധ്യപ്രദേശിൽ 2, ഡൽഹിയിൽ 1, ജമ്മു കശ്മീരിൽ 1, ഉത്തർപ്രദേശിൽ 1 എന്നിങ്ങനെയാണ് ഓരോ സംസ്ഥാനം തിരിച്ചുള്ള കോവിഡ് കണക്ക്. രോഗവിവരങ്ങൾ കേന്ദ്രവുമായി പങ്കുവയ്ക്കണമെന്ന പ്രത്യേക നിർദ്ദേശം കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ചീഫ് സെക്രട്ടറിമാർക്ക് അയച്ച കത്തിലും പറയുന്നുണ്ട്. അതനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ മനസ്സിലാക്കി നിരീക്ഷിച്ച് വിലയിരുത്തി മുന്നോട്ട് നീങ്ങാനായി കഴിയൂ. നിലവിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഏറ്റവും അധികം പരിശോധന നടത്തുന്നത് കേരളത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഏറ്റവും അധികം കേസുകളും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിൽ ഒരു സീസണൽ ഫ്ലൂ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ വെള്ളപ്പൊക്കവും മറ്റുമൊക്കെ ഉണ്ടായ ഘട്ടത്തിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കാനുള്ള ഒരു ഭീതി ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പനിക്കണക്കുകൾ വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നത്. രാജ്യത്ത് ആദ്യമായി കോവിഡിൻ്റെ ഈ JN.1 വകഭേദവും കേരളത്തിൽ ആദ്യമായി സ്ഥിരീകരിച്ചു എന്നതാണ് ഭീതിപ്പെടുത്തുന്ന മറ്റൊരു വിഷയം. കേരളത്തിൽ തന്നെയാണ് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഇപ്പോൾ മുൻപന്തിയിലും നിൽക്കുന്നത്. കണക്ക് പ്രകാരം നിലവിൽ കേരളത്തിലുള്ള ആക്റ്റീവ് കേസുകൾ എന്ന് പറയുന്നത് 1749 ഇത്രയും പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ദിവസം മാത്രം 115 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. ചികിത്സയിലുണ്ടായിരുന്ന 112 പേർ സുഖം പ്രാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മരണ റിപ്പോർട്ടൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്നതാണ് ആശ്വാസകരമായ ഒരു വസ്തുത. പക്ഷേ കേരളത്തിൽ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പനിക്കൊപ്പം തന്നെ സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം ഇങ്ങനെ ഉയർന്നു പോകുന്നതാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിനെ വളരെയധികം പ്രതിസന്ധിയിലാക്കുന്നത്. പ്രതിദിന രോഗബാധിതരുടെ എണ്ണം 100-നും 150-നും ഇടയിലേക്ക് കടക്കുന്നുണ്ട്. ഇത് മുകളിലേക്കെത്താനായി വലിയ താമസമൊന്നും തന്നെ ഇല്ല എന്നാണ് ആരോഗ്യ പ്രവർത്തകരും പങ്കുവയ്ക്കുന്ന ആശങ്ക. ഒരു മാസത്തിനിടയിലാണ് രോഗികളുടെ എണ്ണം ഇങ്ങനെ ഉയർന്നു തുടങ്ങിയത്. നവംബർ മുതൽ സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധന തന്നെ രേഖപ്പെടുത്തിയിരുന്നു. തൊട്ടു പിന്നാലെയാണ് നിരീക്ഷണ പരിശോധന സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കാനായി ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശം പുറത്തുവന്നത്.